ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിഗ്മ മെയിലിനെ കുറിച്ചാണ് അല്ലേ. സിഗ്മ മെയിലിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് പണ്ട് മുതലേ ഉള്ള രണ്ട് കാറ്റഗറീസാണ് ആൽഫ മെയിലും ബീറ്റ മെയിലും. ബീറ്റ മെയിൽസ് എന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സ്, അതായത് എന്ത് വർക്ക് കൊടുത്താലും അതേപടി ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ബീറ്റ മെയിൽ. ആൽഫ മെയിൽ എന്ന് പറയുന്നത് ലീഡേഴ്സാണ്. ഇവരെ കൊണ്ട് ബീറ്റേനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് ആൽഫ മെയിൽസാണ്. അപ്പോൾ അവർ ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്. എല്ലാ ഉയർന്ന പോസ്റ്റുകളിൽ കൂടുതലിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരെയും വീക്കായ ആൾക്കാരെ എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. എവിടെ പോയാലും ഒരു ബാക്കിയുള്ളവരെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അവരുടെ. അങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ് ആൽഫ. അപ്പം ഇത് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കൂടാതെ വേറൊരു കാറ്റഗറി ഉണ്ടെന്ന്. അതാണ് നമ്മുടെ സിഗ്മ മെയിൽ. സിഗ്മ മെയിലിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ന്യൂട്രൽ ജെൻഡർ ഉള്ള ഒരാൾക്കാരാണ്. കാരണം അതായത് മെയിലിലെ ഫീമെയിലിനെ ഒരേപോലെ കാണുന്ന ഒരാൾക്കാരാണ് ആൽഫ ഈ സിഗ്മ എന്ന് പറയുന്ന കാറ്റഗറി. കാരണം അവർ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേക വ്യത്യാസമൊന്നുമില്ല. നോർമലി ഉള്ള ഒരു പോലെ തന്നെ പെരുമാറും. അങ്ങനെ പെണ്ണുങ്ങളാണെന്നുള്ളൊരു പ്രത്യേകതയോ അങ്ങനെ ആണുങ്ങളാണെന്നുള്ളൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി അവർക്കില്ല. പിന്നെ വീക്കായുള്ള ആൾക്കാരെ അവരൊരിക്കലും ചൂഷണം ചെയ്യാറില്ല. പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനേ ശ്രമിക്കാറുള്ളൂ. ഏറ്റവും കൂടുതൽ ഫീമെയിലിനെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു കാറ്റഗറിയാണ് സിഗ്മ മെയിൽസ്. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു കോൺട്രവേഴ്സറി ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഈ വുമൻസിനെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് സിഗ്മ എന്നുള്ളത്. ഒരിക്കലുമല്ല. സിഗ്മ മെയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഫീമെയിലെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. വീക്കായ ആൾക്കാരെ ഒരിക്കലും അവർ ചൂഷണം ചെയ്യാറില്ല. ലീഡേഴ്സിനെ ഇവർ ഫോളോ ചെയ്യാറുമില്ല. ഇവരുടേതായ ഒരു ലോകം എപ്പോഴും സൃഷ്ടിച്ചിട്ടുണ്ടാവും. ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ഹൈറാർക്കി ഇല്ല സിഗ്മ മെയിൽസിന്. ഇവരുടേതായ ഒരു ഹൈറാർക്കി എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് ആൾക്കൂട്ടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഒന്നുമല്ല ഇവർ. ഒരു എന്താ പറയുക, സോഷ്യൽ ഫങ്ഷനോ പാർട്ടികളിൽ പോകും വളരെ അപൂർവമായിട്ടേ പോകാറുള്ളൂ. അപ്പം ഒരു ഫങ്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ ഒന്നും പോകാറില്ല. അവർ എപ്പോഴും ഒരു സോളോ ട്രാവലേഴ്സും ആണ്. പിന്നെ അതുകൂടാതെ അവരുടെ പർപ്പസിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിന് വേണ്ടി എന്ത് ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറുള്ളൊരു കാറ്റഗറിയാണ് സിഗ്മ മെയിൽസ്. അപ്പം അവർ എല്ലാത്തിനും അവർക്ക് അവരുടേതായ ഒരു വേ ഉണ്ട്. അപ്പം ഈ മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആണ് ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരിത്. പിന്നെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് ഇവരെപ്പോഴും സൈലൻ്റ് ആയിരിക്കും. കൂടുതൽ സമയം വളരെ അപൂർവമായിട്ട് ഇവർ സംസാരിക്കാറുള്ളൂ. സംസാരിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ അതിശയിപ്പിച്ചു പോകും ഇവരിങ്ങനെയൊക്കെ സംസാരിക്കും എന്നുള്ള അങ്ങനെ ഒരു കാറ്റഗറിയാണ് ഇവർ. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവരുടെ മൈൻഡ് എപ്പോഴും കൂളായിരിക്കും. അപ്പം നമ്മളെപ്പോഴും പറയും ഇവരെ കണ്ടുപഠിക്കണം. കാരണം പുറത്തും ഒക്കെ ചുറ്റുപാടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴും ഇവരുടെ മൈൻഡ് എപ്പോഴും കൂളായിട്ടിരിക്കും. ഭയങ്കര കൂൾ മൈൻഡഡ് ആണ്. ഒരു പ്രശ്നങ്ങളും ഇവരെ ബാധിക്കാത്ത രീതിയിൽ കൂൾ മൈൻഡായിട്ട് നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ് ഇവർ. പിന്നെ എപ്പോഴും കൂടുതലും അവരെ തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇതിനെ നമുക്ക് ഒബ്സഷനോ ഈഗോയോ ആറ്റിറ്റ്യൂഡെന്നോ എന്ത് വേണേലും നമുക്ക് പേരിട്ട് വിളിക്കാം. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് ഇവർ. ഇപ്പോൾ ഈ ആൽഫ മെയിൽ എപ്പോഴും വീക്കായ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ആൽഫ മെയിൽസ് കൂടുതലും. പക്ഷേ സിഗ്മ മെയിൽ അങ്ങനെയല്ല. അത് വീക്ക് ആൾക്കാരെ എപ്പോഴും ഇവർ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു കാറ്റഗറിയുള്ള എക്സാമ്പിൾ പറയാൻ നമ്മുടെ ഇന്ത്യൻ ആർമി പോലെ അവർ ഭയങ്കര പവർഫുൾ ആയിരിക്കും താനും എന്ന ആവശ്യമുള്ള സിറ്റുവേഷനിൽ അവർ ആൾക്കാരെ ഹെൽപ്പും ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു നല്ല എക്സാമ്പിൾ നമ്മൾ ഇതിൻ്റെ രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിലുള്ളത്. അപ്പം നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറി ആണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കുക. ആൽഫയാണോ ബീറ്റയാണോ, അതോ നിങ്ങൾക്ക് ബീറ്റയിൽ നിന്ന് സിഗ്മയിലേക്ക് ആകാനാണോ ആഗ്രഹം?
എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഡിസൈഡ് ചെയ്യാം. ബീറ്റ പൊതുവേ ഇങ്ങനെ ഇപ്പോൾ ഒരു പെൺകുട്ടികളോടൊക്കെ സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയും ചമ്മലും സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാറ്റഗറി ആയിരിക്കും. പിന്നെ പെണ്ണുങ്ങളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന, അല്ല ഗേൾസിനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതായിട്ട് അവർ കാണിക്കും. ആക്ച്വലി അങ്ങനെയൊന്നുമല്ല, അവർ ജസ്റ്റ് പേരിന് കാണിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അവർ പോയിട്ട് അവരുടെ ഇൻസ്റ്റയിൽ പോയിട്ട് അവർക്ക് മെസ്സേജ് അയക്കും, അവരുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് അവർ. അപ്പം എന്നാൽ ആൽഫ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. എല്ലായിടത്തും പോയാലും അവർക്ക് ആരെയും ഡോമിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആൽഫ. കൂടുതൽ ലീഡേഴ്സ്, ഭയങ്കര പവർഫുൾ സ്പീച്ചസ് ആയിരിക്കും അവരുടെ. അങ്ങനെയുള്ളൊരു കാറ്റഗറി. സിഗ്മ എന്ന് പറഞ്ഞാൽ വളരെ 0.01% ലോകത്തേ ഉള്ളൂ. കുറേ പേരൊക്കെ ഇൻസ്റ്റയിലും അല്ലെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ സിഗ്മ മെയിൽ കാറ്റഗറി ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെയാണ്. കാരണം സിഗ്മ മെയിൽസ് ഒരിക്കലും അവരെ മെൻഷൻ ചെയ്യത്തില്ല അവർ സിഗ്മ മെയിലാണെന്നുള്ളത്. അങ്ങനത്തെ ഒരു കാറ്റഗറി പെരുന്ന ഒരു ആൾക്കാരാണ് അവർ. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് ചങ്കുറ്റത്തോട് പോകുന്ന ഒരു കാറ്റഗറി ആൾക്കാരാണ്. ഒന്നും അവരെ ബാധിക്കില്ല. എന്ത് പ്രശ്നം, എത്ര ഒബ്സ്റ്റക്കിൾസ് വന്നാലും അതിനൊക്കെ മറികടന്ന് അവർ പോകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിഗ്മ മെയിലിൻ്റെ എക്സാമ്പിൾ പറയാം, MS ധോണി, ബ്രൂസ് ലീ, സ്റ്റീവ് ജോബ്സ്, ഇതൊക്കെ നമ്മുടെ സിഗ്മ മെയിലിൻ്റെ ഒരു എക്സാമ്പിൾസാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോയിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെൻഷൻ ചെയ്യുക, നിങ്ങൾക്ക് ഏത് കാറ്റഗറി മെയിലാകാനാണ് ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക.